ദില്ലിയിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയതിനെതിരെയുള്ള വലിയ പ്രതിഷേധം ഇടതു പാർട്ടികളുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. രാജ്യവ്യാപക പ്രതിഷേധം ഇന്ന് നടക്കും. അതിന്റെ വിവരങ്ങൾ കൂടി നമുക്കറിയണം. നേരത്തെ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ മാനസ പറഞ്ഞിരുന്നു, കേരളത്തിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് ദേശീയ തലത്തിലുള്ള വിവരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. അബ്ദുൾ റഷീദ് നമ്മളോടൊപ്പം ചേരുകയാണ് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. റഷീദ്, തണുപ്പുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. വളരെ വേഗത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ഇന്ന് ഇടതു പാർട്ടികൾ സംഘടിപ്പിക്കുകയാണ്. ദില്ലിയിൽ എവിടെയാണ് പ്രതിഷേധം? എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? പ്രക്ഷോഭത്തിലേക്കാണ് ഇടതു പാർട്ടികൾ കടന്നിരിക്കുന്നത്. രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. CPI, CPIM, CGPI, AIFB തുടങ്ങിയിട്ടുള്ള എല്ലാ പാർട്ടികളും ഇതിനോടകം തന്നെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. ഇന്നു മുതൽ ദില്ലിയിലെ വിവിധ മേഖലകളിൽ ഇതിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതേസമയം ദില്ലിയിലെ ജന്തർ മന്ദിറിൽ ഈ പ്രതിഷേധത്തിനും ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും വായുമലിനീകരണം അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിന് അനുമതി നൽകാത്തത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രാജ്യത്തെ പ്രധാനപ്പെട്ട ബില്ലിനെതിരെ, നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഇടതു പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടുകൂടി നിയമമായി വന്നിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ പേര് പോലും വെട്ടിമാറ്റുകയും അതോടൊപ്പം തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഘടനയിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇനിയും 40% സാമ്പത്തിക ബാധ്യത അത് സംസ്ഥാനങ്ങൾക്ക് കൂടി പങ്കുവെക്കുന്ന ഒരു പുതിയ നിയമമാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇടത് പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. വരും ദിവസങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും ജില്ലാ അടിസ്ഥാനത്തിലടക്കം ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ പാർട്ടികൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദില്ലിയിലെ വിവിധ മേഖലകളിൽ ഇന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും UP, ഹരിയാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ ഒന്നടങ്കം ദില്ലിയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനിരിക്കുകയാണ്. അടുത്ത ദിവസം മുതൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾക്കായിരിക്കും രാജ്യ തലസ്ഥാനം സാക്ഷിയാവുക എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ കർഷക സമരത്തിന് സമാനമായിട്ടുള്ള രീതിയിലേക്ക് പ്രതിഷേധം ഉയരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കർഷക സംഘടനകളും വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികളുടെ രാജ്യവ്യാപക പ്രതിഷേധം 27-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ഇത്തരത്തിൽ ഈ നിയമം പിൻവലിക്കുക, അതോടൊപ്പം തന്നെ നിയമത്തിൽ ചില ഭേദഗതികൾ കൊണ്ടുവരിക എന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇപ്പോൾ ആഹ്വാനം നൽകിയിരിക്കുന്നത്. മനു, റഷീദ വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്.